നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. ഇന്ന് നമ്മൾ പുതുവർഷ ഫലത്തെ ചിന്തിക്കുകയാണ്. പുതുവർഷ ഫലം എന്ന് പറയുമ്പോൾ മേടരാശി തൊട്ട് മീനൻ രാശി വരെയുള്ള 12 രാശിക്കാർക്ക് 2026 പുതുവർഷം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പരിശോധിക്കാം. പുതുവർഷത്തെ ചിന്തിക്കുമ്പോൾ സാധാരണ മലയാളികളുടെ പുതുവർഷം എന്ന് പറയുന്നത് ചിങ്ങം തൊട്ട് കർക്കിടകം വരെയാണ്. ജ്യോതിഷ ശാസ്ത്രപ്രകാരം മേടമാസം തൊട്ട് മീനമാസം വരെ അത് വിഷുഫലമായിട്ട് നമ്മൾ നോക്കും. പക്ഷേ ലോകമെമ്പാടുമുള്ള ആൾക്കാരുടെ പുതുവർഷം എന്ന് പറയുന്നത് ജനുവരി 1 തൊട്ട് ഡിസംബർ 31 വരെ തന്നെയാണ്. ആ ജനുവരി 1 തൊട്ട് ഡിസംബർ 31 വരെ 2026 ഓരോ രാശിക്കാർക്കും എങ്ങനെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്ന് നമുക്ക് മീനൻ രാശിക്കാരുടെ ഫലം, 12ാമത്തെ രാശിയാണ്, അവസാനത്തെ രാശിയാണ് മീനം. മീനൻ രാശിക്കാരുടെ ഫലത്തെ ചിന്തിക്കുമ്പോൾ പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി, രേവതി, ഈ 2.25 നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് മീനൻ രാശി. അപ്പോൾ മീനൻ രാശിക്കാർക്ക് ജ്യോതിഷ ശാസ്ത്രപ്രകാരം ഇപ്പോൾ പുതുവർഷം നമുക്ക് വളരെ ദോഷപ്രദമായ വർഷമല്ല എന്ന് തന്നെ പറയാം. കാരണം കഴിഞ്ഞ 3 വർഷമായിട്ട് ശനിയുടെ ശക്തമായ ഇടപെടലുണ്ടായിരുന്നു. 12ൽ ശനി നിന്നു, അത് കഴിഞ്ഞിപ്പോൾ ജന്മത്തിലേക്ക് പ്രവേശിച്ചു. മാത്രമല്ല ശനി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 3 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. 7.5 വർഷക്കാലം ശനിയുണ്ട്. ശനിയെ നമുക്ക് പ്രീതിപ്പെടുത്തിയെടുക്കാം. ഇത് ശക്തി ക്ഷയിച്ചു. പക്ഷേ വേഴ 4ലേക്ക് പോയി നിൽക്കുകയാണ്. മീനൻ രാശിക്കാർക്ക് വേഴ ഭഗവാൻ 4ൽ പോയി നിൽക്കുകയാണ്. വളരെ സംരക്ഷണമുണ്ട് നിങ്ങൾക്ക്. 4ൽ നിന്ന് വേഴം വീണ്ടും 5ലേക്കാണ് പോണേ. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ഗുണപ്രദമായി തീരും. ഇപ്പോഴത്തേക്കാൾ കുറച്ചുകൂടി നേട്ടം ചെയ്യും മെയ് മാസം കഴിയുമ്പോൾ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം സാമ്പത്തികമായി പുരോഗതി വരാൻ പോവുകയാണ്. ഇപ്പോഴത്തേക്കാൾ പുരോഗതി വരാൻ പോവുകയാണ്. അപ്പോൾ സമാധാനം കിട്ടും. വീട് വെക്കാനോ വസ്തു മേടിക്കാനോ വാഹനം വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലപ്രദമായ വർഷമാണ്. സന്താന സംബന്ധമായി ഐശ്വര്യത്തെ കൊടുക്കും, പ്രശസ്തിയെ കൊടുക്കും. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ജന്മത്തിൽ ശനി നിൽക്കുകയാണ്. തടസ്സമുണ്ടോ? ഉണ്ട്. അപ്പോൾ നമുക്ക് തടസ്സമുണ്ട്. അപ്പോൾ ഈ തടസ്സത്തെ മാറ്റിക്കൊടുത്താൽ മാത്രമേ കാര്യങ്ങൾ സ്മൂത്ത് ആവുള്ളൂ. നമ്മൾ ഹൈവേയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ മെയിൻ്റനൻസ് നടക്കുകയാണ് ഹൈവേയിൽ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റത്തില്ല. ആ തടസ്സം ചെയ്യുന്ന ആരാണ്? ശനിയാണ്. അപ്പോൾ ശനി എന്ന് പറയുമ്പോൾ വളരെ നല്ലവനാണ്. അതുപോലെ പ്രീതിപ്പെടുത്തിയാൽ നല്ലവനാണ്, പ്രീതിപ്പെടുത്തിയില്ലെങ്കിൽ മോശപ്പെട്ടവനുമാണ്. അപ്പോൾ ശനിയെ നമുക്ക് മാക്സിമം പ്രീതിപ്പെടുത്തിയെടുക്കണം. ശാസ്താവിന് ശനിയാഴ്ച നീരാഞ്ജനം കത്തിക്കണം, ശനി വ്രതം നോക്കണം, സൂര്യഭഗവാനെ തൊഴണം, ഇഷ്ടദേവതാ പ്രീതി വരുത്തണം. നമുക്ക് ഇഷ്ടപ്പെട്ട ദേവനെ നമുക്ക് ഉപാസനാമൂർത്തിയായിട്ടോ മതാചാരപ്രകാരമായിട്ടോ ഇഷ്ടദേവതയെ പ്രീതിപ്പെടുത്തി വേണം ഈ ശനിയെ പ്രീതിപ്പെടുത്തുന്നതിനൊപ്പം. ഇത് ചെയ്തു പോകുമ്പോൾ നിങ്ങൾക്ക് ഐശ്വര്യപ്രദമായ അവസ്ഥ വരും. 2026 നിങ്ങൾക്ക് കുറേ ഭാഗ്യത്തെ പ്രദാനം ചെയ്തു തരും. അതിനെന്ത് ചെയ്യണം? നമ്മൾ ഈ തടസ്സത്തെ മാറ്റി കൊടുക്കണം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലും കൂടി എത്തിക്കുക. അവർക്കും ഇതുപോലെ കഷ്ടകാലം ഉണ്ടെങ്കിൽ അവർ പരിഹാരങ്ങൾ ചെയ്ത് അതിൽ നിന്ന് അതിജീവിച്ച് പോട്ട്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം നമ്മൾ യൂട്യൂബ് ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. 1 മണിക്കൂറോളം ദൈർഘ്യമുള്ള ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വരാൻ കഴിയാത്തവരും ബന്ധപ്പെടാൻ പറ്റാത്തവരും യൂട്യൂബ് ലൈവിലൂടെ ബന്ധപ്പെടാം. അതുപോലെ തന്നെ ദുബായിൽ
കരാമയിൽ നമുക്ക് ഓഫീസുണ്ട്. പൂജ ജൂബിലറി ട്രേഡിംഗ് LLC എന്ന് പറഞ്ഞ് സ്ഥാപനത്തിൽ എല്ലാ മാസവും നിശ്ചിത ദിവസം കൺസൾട്ടേഷനുണ്ട്. അതുപോലെ അവിടെ തന്നെ NTV ചാനലിൽ അവിടുത്തെ മലയാളികൾക്ക്, അവിടെ പല ഭാഗങ്ങളിലുള്ളവർക്ക് വന്ന് കാണാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് വേണ്ടി 1 മണിക്കൂർ എല്ലാ ആഴ്ചയിലും 12 മണി മുതൽ 1 മണി വരെ ഞായറാഴ്ച ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അതുപോലെ വിദേശ രാജ്യങ്ങളിൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലും കൺസൾട്ട് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ട്. ട്രിവാൻഡ്രത്ത് വഴുതക്കാടാണ് ഓഫീസ്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. എല്ലാ മീനരാശിക്കാർക്കും നല്ലത് വരട്ടെ, ഈ പുതുവർഷം ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.